ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്നാസ് കേക്ക് കഫേ. അപ്പോൾ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ്. ഒരു ആപ്പിൾ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നല്ല പഞ്ഞി പോലുള്ള തൊട്ട പൊടിഞ്ഞു പോകുന്ന തരത്തിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ശേഷം അതിൽ നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം മിക്സ് ചെയ്ത്. അപ്പോൾ അടുത്തതായിട്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം വീണ്ടും അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു വിസ്ക് എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം 1 കപ്പും അതിനോടൊപ്പം 2 ടേബിൾ സ്പൂണും പൊടിച്ച പഞ്ചസാര, 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതൊരു ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ കേക്കിന് ഓയിൽ ചേർക്കുമ്പോൾ സ്പീഡ് കുറച്ചിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിലൂടി മിക്സ് ചെയ്ത് വന്നാൽ ബീറ്റർ മാറ്റി വയ്ക്കാം. ബീറ്റർ മാറ്റി വെച്ച ശേഷം ഇനി സ്പാച്ചില വെച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചോ നമുക്ക് ആ ഫ്ലോർ അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2-3 സ്റ്റെപ്പായിട്ട് വേണം അതിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാവൊക്കെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആപ്പിൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആപ്പിൾ പീസസ് എല്ലാം നന്നായിട്ട് ചേർത്ത് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അതിനെ ഒരു ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു സ്ക്വയറിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ഒരു ടിന്ന് അതിന് പാകമാണ്. 8 ഇഞ്ച് അതിൻ്റെ സ്ക്വയറോ റൗണ്ടോ ടിന്നെടുക്കാം. അപ്പോൾ അതിലോട്ട് നമ്മൾ ബാറ്റർ മാറ്റി കൊടുക്കുന്നു. മാറ്റി കൊടുത്ത ശേഷം 2-3 തവണ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 50 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ശരിക്കും ഈ ഒരു കേക്ക് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ കയ്യിലെടുക്കുമ്പോഴേക്കും അത് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകുന്നത് പോലെ തോന്നും. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. അത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഓരോ ബൈറ്റിലും ആ ഒരു ആപ്പിൾ നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെന്താണ്, ആ ഒരു ആപ്പിളിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിനകത്ത് ആ ബേക്കായി വന്നിട്ടുള്ള ആപ്പിളിന്. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഒരു അടിപൊളി റെസിപ്പിയാണ്. ആപ്പിൾ പോയിട്ട് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ചേരുവകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.